അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്ത് മോമിനിങ്ങളെ, ഇന്നത്തെ വിഷയ ആയത്തുൽ കുർസി ആയിട്ടിക്കട്. ആയത്തുൽ കുർസി ചൊല്ലുമ്പോൾ നിങ്ങൾക്കും നക്കും എല്ലാവർക്കും നല്ല പരിചയമുള്ള എനിക്കത്തെ ഒരായത്തായിട്ടിക്കട്. ഖുർആനിൽ അല്ലാഹു തആല ചൊന്ന 6660 ചില്ലറ ആയത്തുകളെ കൂട്ടത്തിൽ എല്ലാത്ത കാണ വലിയ മഹത്വ നമ്പർ 1 സ്ഥാനത്തുള്ള ആയത്ത് ഏത് എന്ന് കേട്ടെങ്കിൽ അത് ആയത്തുൽ കുർസിൻ്റെ ആയിട്ടിക്കട്. അതുക്കുള്ള ഉത്തരം ആയത്തുൽ കുർസി ഓതനായ ചില ടൈമുകളുണ്ട്. ഓതനായത് ഒരു വലിയ മഹത്വമുള്ള വലിയ ചെമ്മ ടൈമുകളുണ്ട്. ഞങ്ങൾക്കത് ഗൊന്തില്ലാണ്ടും ഗൊന്തിന്തും ബച്ചലായിട്ടും ഞങ്ങൾ മറന്നു പോകേണ്ട വിഷയമായിട്ട് ആയത്തുൽ കുർസിൻ്റെ ഉള്ളത്. അത് ചെമ്മ വലിയ ഒരു 2, 3, 4 പേജുള്ള ആയത്ത് എന്തുമല്ല, ഒരു അര പേജ് പോലും ഇല്ല, ഒരു പേജ് ഉള്ള എനിക്കത്തെ ഒരായത്ത്. സൂറത്തുൽ ബഖറയിൽ 3-ാമത്തെ ജുസു അല്ലാഹു തആല തുടങ്ങുന്നത് തിൽക്കർ റുസുലു ഫദ്ദൽന ചെന്നിട്ടായിട്ട്. ആ ജുസു തുടങ്ങുന്ന പേജിലുള്ള എനിക്കത്തെ ഒരായത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഇങ്ങനായിട്ട് സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസി അല്ലാഹു തആല നമുക്ക് പഠിപ്പാട്ടി തണ്ടത്. അപ്പൊ ആ ആയത്തുൽ കുർസി ഓതനായ ചില ടൈമുണ്ട്. അത് ഞങ്ങൾ നിർബന്ധമായിട്ടും അത് ഞങ്ങൾ പാലനാക്കണം. 1-ാമത്തെ ഒരു ടൈം ആയിട്ടിക്കട് 5 വഖത്ത് ബാങ്ക് കൊടുത്തൽ, പിന്നെ സുന്നത്തുള്ള ടൈം 5 വഖത്ത് ബാങ്ക് കൊടുത്തിട്ട് ബാങ്ക് ദുആ ഞങ്ങൾ ദുആർക്കുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ഇത് ബാങ്ക് ദുആ. ഇതിൽ പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്തുൽ കുർസി ഞങ്ങൾ ഓതണം. ആയത്തുൽ കുർസിക്ക് ചെമ്മ മഹത്വം ഉണ്ട്. എണ്ണി തീർക്കുകാവാത്തത്ര മഹത്വ ഇമാമിങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളാർ. അള്ളാഹുരെ പരിചയപ്പെടുത്തറോ എല്ലാത്ത കാണ സൂപ്പർ ആയത്ത് അത് ആയത്തുൽ കുർസി ആയിട്ട്. അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹി ഈ ലോകത്തില്ല. അവന് ഉറങ്ങുറവനല്ല, അവൻ ആകാശഭൂമിയെ നോക്കിക്കൊണ്ടുള്ള ഇടീ ആകാശഭൂമി അവൻ്റെ അധികാരത്തിലുണ്ടോ, അവൻ ചെന്നതുപോലെ ആയോണ്ടുണ്ടോ ചിലർ എനിക്കത്തെ ഒരായത്ത്. ഈ ആയത്ത് 5 വഖത്ത് ബാങ്ക് കൊടുത്ത് പിന്നെ ഞങ്ങൾ ഓതണം. 5 വഖത്ത് നിസ്കാര കഴിഞ്ഞിട്ടും ഓതൽ സുന്നത്തുണ്ട്. 5 വഖത്ത് നിസ്കാര കഴിഞ്ഞിട്ട് സലാം വീട്ടിട്ടുള്ള പിന്നെ ആയത്തുൽ കുർസി ഞങ്ങൾ ഓതൽ പ്രത്യേകം ഞങ്ങൾക്ക് ഇമാമിങ്ങ പഠിപ്പാട്ടി തന്നറാ. അപ്പൊ ആയത്തുൽ കുർസി ഞങ്ങൾ ഓതണം. തീന്നിട്ടില്ല ഊടകല്ല, എല്ലാ ടൈമിലും ഞങ്ങളെ ബായിൽ, അതായത് കിടക്കുമ്പോഴും എണിച്ചപ്പോഴും അല്ലാത്തപ്പോഴും ഞങ്ങളെ ബായിൽ ഭരണ എനിക്കത്തെ ഒരു ആയത്തായിട്ട് ആയത്തുൽ കുർസി. പ്രത്യേകിച്ചും എല്ലാ ടൈമിലും എപ്പോ മനസ്സാവരത്തോളം ഓരോ ആയത്തുൽ കുർസി തടി ഊതരണ്ടായിത്തിന്നെങ്കിൽ ശൈത്വാനുക്ക് അവന്റെ തടി തൊടുക സാധ്യയില്ല. ഇമാമിങ്ങ പഠിപ്പാട്ടിനാണ്. ഞങ്ങളെ ചെറിയ മക്കൾക്ക് ഞങ്ങൾ ഓതിട്ട് ഊതണം. ഈ കാലത്ത് പ്രത്യേകമായിട്ടും എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് എന്താ വെച്ചെങ്കിൽ ഞങ്ങളെ മക്ക ഓൻ കിടാവ് ഇങ്ങനെ ഹട്ട പിടിക്കുക, കിടാവ് ഇങ്ങനെ ബുൾപുട്ടോണ്ടിരിക്കുക, കിടാവ് എപ്പോൾ നോക്കുമ്പോൾ ഉപ്പതറ, കിടാവ് എപ്പോൾ നോക്കുമ്പോൾ ഉഷാറില്ല, ഇങ്ങനെ ഞങ്ങൾ ചെന്നുകൊണ്ടുള്ള ഒരാൾമാരെ എല്ലാ ഈ ചമ്മത്തിലും രക്ഷിതാക്കന്മാർക്ക് ഇത് ചൊല്ലകൊണ്ടു. അപ്പൊ അങ്കെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടിക്കിട് ഈ ആയത്തുൽ കുർസി. ഞങ്ങളെ മക്ക ഉറങ്ങുറ, ഞങ്ങൾ ഉറക്കുറ മക്കളെ ഉറക്കിയിട്ട് ഉറങ്ങിത്തല്ലായ പിന്നെ ഞങ്ങൾ ഒരു ആയത്തുൽ കുർസി ഓതിട്ട് കിടാവരെ തലരെ പിടിച്ച് കാലത്തോളം ഒരു ഊത്ത് ഇങ്ങനെ ഞങ്ങൾ ഊതണം. സുബൈ എണിച്ചപ്പോഴും ഒരു ആയത്തുൽ കുർസി ഓതണം. അങ്ങനെ ഓതരേണ്ടായി തിന്നെങ്കിൽ ശൈത്താനുക്ക് ഞങ്ങളെ മക്കളെ തൊടുക സാധ്യമില്ല. അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഞങ്ങളും ഇടയിടക്ക് ഇങ്ങനെ ഓതുമ്പോൾ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ശൈത്താന്റെ ഉപദ്രവം ചെല്ലുമ്പോൾ നിങ്ങൾ ഇരിക്കേണ്ട സിമ്പിൾ ഉണ്ട്. ഞങ്ങൾ നിരിച്ചിട്ടെന്തോ ഈ ശൈത്താന്റെ പണി എന്തോ കാലം നിസ്കരിക്കുമ്പോൾ അത് നിസ്കരിക്കുമ്പോൾ മനസ്സില്ലാത്ത പോലെ ആക്കറോ, ഖുർആൻ ഓതുക മനസ്സില്ലാത്ത പോലെ. ഇത് മാത്രമല്ല ശൈത്താൻ. മുത്തുനബി ചൊല്ലുണ്ട് ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി. തടിയിൽ ചോര പോണ്ട നെരമ്പില്ലേ, ആ നെരമ്പറ ഉൾഗത്തിൽ കൂടി ചോര പോണ്ട ആ ജാഗൽ കൂടി സഞ്ചരിക്കുള്ള ശക്തി അല്ലാഹു തആല ശൈത്താനുക്ക് കൊടുത്തറാ. അവൻ ആക്കറ വസ്വാസ് ചില്ലറ വിഷയം ഒന്നുമല്ല. അല്ലാഹു ചൊല്ലുണ്ട് നബിയെ നിങ്ങൾ ദുആ കറോ എന്തോ അഊദു ബി റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് ഇങ്ങനെയുള്ള വിളിച്ചിട്ട് നിങ്ങൾ ദുആ കറോ നബിയെ എന്തോ ഈ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്മാരെ ഭാഗത്തിലും ജിന്ന് ഭാഗത്തിലുമുള്ള
ഈ ശൈത്താൻ എന്താക്കുക മനുഷ്യർ ഹൃദയത്തിൽ പറ്റിട്ട് വസ്വാസാക്കടാ. അതിങ്ങനെ ഇല്ലാത്ത പല വിഷയങ്ങൾ ചൊല്ലടാ. ഉള്ള വിഷയങ്ങൾ പലതും മായിച്ചിട്ട് മറപ്പാട്ടിട്ട് അവൻ അവതരിപ്പിക്കടാ. ആ ടൈമിലോ അള്ളാഹുട്ട നിങ്ങൾ കാവൽ കേൾക്കറു. അപ്പൊ അള്ളാഹുട്ട കാവൽ കേൾക്കണോണ്ട് അള്ളാഹുവേ ചൊല്ലണമെങ്കിൽ അപ്പൊ എത്ര ആയിട്ടിക്കും അതിലൊരു ഡേഞ്ചർനെസ് നമ്മൾ അർത്ഥാക്കണം. അത്രയും ഡേഞ്ചർ. ഈ പണ്ട് ഷെയ്ത്താൻ അള്ളാഹു താല ചെന്ന ആദം നബിക്ക് സുജൂദാക്കണം ചെന്നപ്പ ഷെയ്ത്താൻ അതിക്ക് തയ്യാറില്ല. എന്തേ? ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. നീ നന്റെ പടച്ചവനെ തീയാലല്ലേ. നീ നന്റെ പടച്ചത് ഷെയ്ത്താൻ ചെന്ന പലക്ക നന്റെ നീ പഠിച്ചത് മിന്നാരിൻ തീയിൽ നിന്നായിട്ടിക്കട്ട്. അതേ ടൈമിൽ വഖലഖ്തഹു ആദമിനെ നീ പഠിച്ചതാ മിൻ തീൻ നല്ല ചേർമണ്ണിൽ നിന്ന്. ചേർ മണ്ണും തീയും വെച്ച് നോക്കുമ്പോൾ ശക്തി ഉള്ളത് തീയല്ലേ. അപ്പൊ തീയാൽ പടയ്ക്കപ്പെട്ട നാണ് എന്ത് മണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ട ആദമുക്ക് സുജൂദാക്കണോ? നന്നെ കൊണ്ട് സാധ്യമില്ല. ഏണ്ടാണ്ട് ഈ ശൈത്താൻ ചെന്നപ്പ അള്ളാഹു താല ചെന്നത് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഇൽഞ്ഞി പോടാ, സ്വർഗത്തെ ഇൽഞ്ഞി പോ. ഫഇന്നക റജീം, നീ ആട്ടി ഓടിക്കപ്പെട്ടവനാണ്. നിന്റെ ആ കാലകാല നന്റെ വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ തോൽ നന്റെ സാപ്പ നിക്കിക്കൂ. അള്ളാഹു താല ഇബ്ലീസ് ഇട്ട് ചെന്നപ്പ ഇബ്ലീസ് ഒരു പലക്ക ചെന്ന റബ്ബേ ഇതൊക്കെ ഖിയാമത്ത് തോളും നീ ആയുസ് തരണം. എന്തുക്ക്? വല ഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. വല ഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ ഈ അടിമങ്ങ അങ്ങനെ എല്ലാരെയും നാ തെറുതപ്പാട്ടി കൊണ്ടിരിക്കുക. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ളവൻക്കത്തെ മുത്തുനബി ചൊന്ന ജീവിതം നയിக்கிறവൻക്കത്തെ ഇതുപോലെ ആയത്തുൽ കുർസിനെ ഫോളോ ആക്കി ജീവിக்கிறവൻക്കത്തെ കുറെ ഇഖ്ലാസുള്ള അടിമങ്ങ ഉള്ളാർ. അങ്ങനെ നക്ക് തുടങ്ങും സാധ്യമില്ല പഠിച്ചോനെ. അതല്ലാത്ത എല്ലാരെയും ഞാൻ വസ്വാസാക്കിക്കൊണ്ടിരിക്കുക. മാപ്പിള പെഞ്ഞായി തമ്മിൽ വസ്വാസ് ഇട്ടിട്ട് അങ്ങനെ കുടുംബ ബന്ധത്തിക്ക് ഞാൻ പ്രോബ്ലം എടുത്തോണ്ട് വേണ്ടേ. ബാപ്പ മോന്റെ ഇടയിൽ ഞാൻ വസ്വാസം കൊണ്ടുവരുവേ, ഉമ്മ മോന്റെ ഇടയിൽ ഞാൻ വസ്വാസം കൊണ്ടുവരുവേ. അങ്ങനെ മക്കളെയും ബാപ്പളെയും ഉമ്മരെയും മക്കളെയും മർമോനും ഇങ്ങനെ തമ്മിൽ വസ്വാസ് കൊടുത്ത ആ കുടുംബത്തെ തപ്പാട്ടുവേ. അങ്ങനെ ഇടയിൽ ഞാൻ അറ്റാക്ക് ആക്കിത്ത് എത്രത്തോളോ ഞങ്ങളെ ചൊല്ലല്ലേ ഹാർട്ട് അറ്റാക്ക് ആയി പോയിത്ത്. ജാവ് കിടന്നാൾ സുബൈക്ക് ഹാർട്ട് അറ്റാക്ക് കാലി ഞങ്ങളെ ഈ ഒരു മെഡിസിൻ പരമായിട്ടുള്ളത് മാത്രമല്ല, ഈ ശൈത്താൻ പത്തിത്തി പന്തിയോണ്ടുള്ള ഹാർട്ട് സ്റ്റോപ്പ് ആക്കുമല്ലോ ശക്തി പോലും ഈ ശൈത്താൻ കൊണ്ടുണ്ടായി തിന്നെങ്കിൽ പിരിസത്തെ മൂമിനിങ്ങളെ അവൻ ഞങ്ങളെ തടിരെ അറ്റാക്ക് ആക്കി പല രൂപത്തിലും ഉപദ്രാക്കുമ്പോ ഞങ്ങ പ്രൊട്ടക്ഷൻ ആവുക. ഞങ്ങൾക്കുള്ളത് അത് ആയത്തുൽ കുർസി ആയിട്ടേക്കരുത്, ഖുർആനായിട്ടേക്കരുത്. അപ്പൊ പിരിസത്തെ മൂമിനിങ്ങളെ ഞങ്ങളും ജാവ് കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതിട്ട് കിടക്കരേണ്ടെങ്കിൽ ഞങ്ങൾക്കും ആ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുക്കുക സാധ്യമാവുള്ളൂ. സുബൈ നിസ്കരിക്കുക എണിക്കുക സാധ്യമാവുള്ളൂ. എല്ലാ ടൈമിലും ആയത്തുൽ കുർസി എല്ലാ ഉറങ്ങുമ്പോ ഞങ്ങ അത് ഒതിട്ടേ ഉറങ്ങണോ, അല്ലാത്ത ആദ്യത്തെ ഞങ്ങൾ വിടണു. അപ്പൊ എന്താക്കണു? ആയത്തുൽ കുർസി ഞങ്ങൾ എപ്പോഴും ഫോളോ ആക്കണങ്ങാവണു. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ഊതിയെങ്കിൽ ഞങ്ങളെ മക്കളെ പിന്നെ അങ്ങനെ ഇത് ഹിട്ടാണ്ടല്ല ചെന്നിട്ട് ഏതേത് ഉസ്താമാരെ മുട്ടും ഏതേത് ആൾമാരെ മുട്ടെല്ലാം കൊണ്ടുകൊണ്ട് പോകേണ്ട അകറ്റേ ഇല്ല. ഞങ്ങമേ ആയത്തുൽ കുർസി ഊതിയെങ്കിൽ ഞങ്ങളെ മക്കൾ കറക്റ്റ് ഇരിക്കുന്നത്. ശൈത്താനുക്ക് ഞങ്ങളെ മക്കളെ തുടങ്ങാവില്ലേ. അള്ളാഹു താല ഞങ്ങളെ മക്കളെ പ്രൊട്ടക്ഷൻ ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പിരിസത്തെ മോമിനിയങ്ങളെ പിന്നെ ഔത്തറി ഇഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. അപ്പൊ ആകെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കും. ബദർ മൗലിദിലുള്ള ഒരു ചരിത്രമുണ്ടോ? ഒരു കള്ളമാർ ആ ഒരു ഔത്തുക്ക് കക്കോ വന്നിട്ട് ആകുമ്പോ ആ ഔത്തുಲು അന്തമാ ഒരു സൗണ്ട്. പക്ഷെ ആ ഔത്തുಲು ആരും ഇല്ലാണ്ടുള്ള വിഷയ എല്ലാവരും ഗൊന്തുണ്ടു. ആയെങ്കും ആ ഔത്തുಲು ഈ കള്ളമാർ കക്കോ വരുമ്പോ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. സുമാർ പട്ട ഈ കള്ളമാർ വന്നാറ് റിട്ടേൺ പോയാറ്. ഏതുമാവട്ടെ അയാൾ ഹജ്ജല്ല കഴിഞ്ഞിട്ട് ആ ഉത്തരള്ള ഹജ്ജല്ല കഴിഞ്ഞിട്ട് റിട്ടേൺ വന്നപ്പ അയാളുടെ കേക്ക് ഈ കള്ളമാർ കേൾക്കാറ് സഅൽതുക ബില്ലാഹി അൻ തുഖ്ബിറനി മാ സനഅത ഫീ ബൈതിക മിന തഹഫുലാത്ത്. അല്ല നിങ്ങൾ എല്ലാവരും പോയങ്ങല്ലേ ഹജ്ജിക്ക്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലാഹുരെ പിടിച്ചിട്ട് ഞാൻ കേൾക്കറ. നിങ്ങൾ ഔത്തുലു മിന തഹഫുലാത്ത് പ്രൊട്ടക്ഷനുക്ക് വേണമായിട്ട് നിങ്ങൾ എന്തിനാ ആക്കി പോയിടാറ്? നിങ്ങൾ ഔത്തുൽ ആരും ഇല്ലാണ്ട് എല്ലാവരും ഗൊന്തുള്ള വിഷയമല്ലേ. ആയെങ്ക നിങ്ങൾ ഔത്തുൽ പിന്നെ സൗണ്ട് കേട്ടോണ്ട് ആ ടൈമിൽ അയാൾ ചെന്ന പലക്കായിട്ടിക്കറ് കതബുത്തു ഖൗലഹു തആല വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുൽ അലിയുൽ അദീം. ഞാൻ ഔത്തിൽ എഴുതി പോയ ആയത്തുൽ കുർസിയുടെ ഒരു ഭാഗം എഴുതിയപ്പോ അത്ര വലിയ പ്രൊട്ടക്ഷൻ കിട്ടിത്ത്. പിന്നെ ബദരീങ്ങളെ പേരും എഴുതി. ഏതായാലും അയാൾ ചെന്ന ഒന്നാമത്തെ ഉത്തര ആയത്തുൽ കുർസിയുടെ ഇതായിത്തിക്കറ്. ആയത്തുൽ കുർസി ഒരു ഭാഗം എഴുതിയപ്പോ എന്തായിത്ത് ഔത്തുലു കള്ളന്മാർക്ക് കക്കുകാവാണ്ടായി തിന്നെങ്കിൽ ഞങ്ങ ഔത്ര എഴിഞ്ഞിട്ടുള്ള പോകുമ്പോ ഒരു ആയത്തുൽ കുർസി ഫുള്ള് ഓതിയെങ്കിൽ അതിന്റെ മഹത്വം എത്ര ആയിട്ടിക്കും. പീസത്തെ മോമിനിങ്ങളെ ഗാഡിക്ക് പറ്റിയപ്പോ ഓതണു, ഗാഡിലൊരു പ്രൊട്ടക്ഷൻ ആയിത്ത്. ഔത്തുക്ക് പറ്റിയപ്പോ ഓതണു, ഔത്തിലൊരു പ്രൊട്ടക്ഷൻ ആയിത്ത്. അങ്ങനെ എല്ലാ വിഷയത്തിലും ആയത്തുൽ കുർസി കൊണ്ടുള്ള ഒരു കളിച്ചെന്നെങ്കിൽ
എല്ലാത്തിലും ആയത്തുൽ കുർസിനെ വിട്ടിട്ടുള്ള ഒരു വിഷയമില്ല. അങ്ങനെ നിങ്ങൾ ആയത്തുൽ കുർസിനെ ഫോളോ ആക്കേണ്ടായിട്ട് നിങ്ങൾ എല്ലാവിധ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു താല നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നെ എനിക്ക് തൊരായത്തായിട്ട് നിങ്ങൾ ജാവ് ഇറങ്ങുമ്പോൾ അത് എത്രത്തോളം ചെന്നെങ്കിൽ എല്ലാ നാളും ഓതുകുള്ളേ ഒരു മനസ്സങ്ങ് കാട്ടണം. അപ്പൊ പെൻഡിങ് ആയിട്ട് ഇന്നെങ്കിൽ ചിലപ്പോൾ എല്ലാ നാളും ഓതുற പെൻഡിങ് ആയിട്ട് ഇന്നെങ്കിൽ അത് ഇൻഷാല്ലാ ആ പെൻഡിങ് ഹൈലായി വരുമ്പോൾ നിഫാസായി വരുമ്പോൾ ഖുർആൻ എന്തും ഓതുകില്ല. ആ ടൈമിൽ ദിക്ർ എന്ന നിലക്ക് ജാവ് ഉറങ്ങുമ്പോൾ ഞാൻ ഓതുற ദിക്ർ എന്ന നിലക്ക് ആയത്തുൽ കുർസി ഓതുറെങ്കിൽ ഒരു പ്രോബ്ലം എന്തും ഇല്ല. അവ ആ നിലക്ക് നിങ്ങൾ ഫോളോ ആക്കണം. അള്ളാഹു തആല ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് നിങ്ങൾ എല്ലാ കാര്യത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഓതുകുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. അത് ഓതിയത് കാരണത്താൽ ദുന്യവിയും മുഖ്റവിയുമായ എല്ലാവിധ ആഫാത്ത് ബല മുസീബത്തിനെ തൊട്ട് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.